ഞങ്ങൾ പിറവിയെടുക്കും മുമ്പേ ആരോ ഞങ്ങൾക്കായി ദിനരാത്രങ്ങളിൽ വിശ്രമമില്ലാതെ കൂടൊരുക്കി. കൂടിനുള്ളിൽ ഞങ്ങൾക്കുറപ്പായി ഒരു മെത്തയൊരുക്കി, ചൂടൊരുക്കി, മൃദുലതയ്ക്കായി തൂവൽപ്പട്ട് വിരിച്ചു. ഒടുവിൽ ഒരു ഭ്രൂണമായി ഞങ്ങൾ ജന്മമെടുത്തു. ഞങ്ങൾ ആരാണെന്ന് പോലും ഞങ്ങൾക്കറിയാതിരുന്ന ആ നാളുകളിൽ ഒരു തപസ്യ പോലെ സ്വന്തം ചൂട് നൽകി ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിച്ചു. ഒന്നല്ല, പല ദിനങ്ങൾ. ഒടുവിൽ പുറംതോടിൽ നിന്നും ഞങ്ങളെ പുറത്തെടുത്തു. ഞങ്ങൾ ഓരോരുത്തരായി തോടിനുള്ളിൽ നിന്ന് പുറത്തെത്തി. പിന്നെ വിശപ്പായിരുന്നു, ഭക്ഷണത്തിനായുള്ള വിശപ്പ്. ഭക്ഷണം എന്താണെന്ന് എന്തിനെന്ന് ഞങ്ങൾക്കറിയില്ലാതിരുന്ന ആ നാളുകളിൽ കത്തിപ്പാടുന്ന വിശപ്പിൽ ഞങ്ങൾ പോലും അറിയാതെ വായി പിളർന്നു പോയി. ഉടൻ തന്നെ എത്തി ഞങ്ങളുടെ വായ്ക്കുള്ളിൽ ഭക്ഷണം. ആരൊക്കെയോ ഞങ്ങളെ കരുതുന്നുണ്ടെന്ന നേർക്കൊരു തോന്നൽ എവിടെ നിന്നോ ഉണ്ടായി. അപ്പോൾ ഈ പ്രപഞ്ചവും പ്രപഞ്ച സൃഷ്ടാവും ഞങ്ങൾക്ക് മനസ്സിലാകുന്നതിനും അപ്പുറമായി. പിന്നീട് മനസ്സിലായി, ഈ ഭക്ഷണമാണ് ഞങ്ങളുടെ കരുത്ത്, ഞങ്ങളുടെ വളർച്ച എല്ലാം. അല്പം കഴിഞ്ഞപ്പോൾ ഞങ്ങളിൽ ചിലർ ചിറകടിച്ചു പറന്നു ഉയർന്നു. എല്ലാവരും അത് കണ്ട് പറന്നുയർന്നു. ഞാനും അങ്ങനെ തന്നെ. പുറത്ത് വലിയൊരു ലോകം കാത്തിരിപ്പുണ്ടായിരുന്നു. മനോഹരം, സുന്ദരം. പ്രപഞ്ച സൃഷ്ടാവേ പ്രണാമം. നീ മറഞ്ഞിരിക്കുമ്പോഴും എന്നെ കരുതുന്നു. നന്ദി. എനിക്കായി ഒരുക്കി വയ്ക്കുന്നു. നന്ദി.